ഉറക്കണീച്ചപ്പോ തന്നെ ഉമ്മ പറഞ്ഞ അളിയൻ വരുന്നുണ്ടെന്ന്, പോയി ചിക്കൻ വാങ്ങിട്ട് വാ, എന്നാലും എന്തെങ്കിലും കഴിക്കാൻ തരുള്ളൂ. ആരും പേടിക്കണ്ട, എന്റെ പെങ്ങളെ കുരുപ്പന്നെയാണ്. ഞാൻ എങ്ങോട്ട് പോവാണെങ്കിൽ ഓൻ ആദ്യം എന്റെ വണ്ടിന്റെ മുന്നിൽ വരണം. പിന്നെ ഞാനും വിചാരിക്കും പാവല്ലേ പോന്നോട്ടെ, നമ്മക്കോ എങ്ങനെ നമ്മുടെ ചെറുപ്പകാലത്തിൽ ഇങ്ങനൊന്നും കൊണ്ടുപോകാനോ പോവാനോ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവനെങ്കിലും അതൊക്കെ സാധിക്കട്ടെ എന്ന് വെച്ച് അവനെയും കൂട്ടി ഞാൻ വണ്ടിന്റെ മുന്നിൽ കയറിയ മൂപ്പർക്ക് ഒരേ ഒരു പണിയുള്ളൂ. അത് എന്താന്ന് നിങ്ങൾ എന്നെ കണ്ടോക്കി. അത് പിന്നെ എല്ലേലും അങ്ങനെയല്ലേ, എത്ര വയസ്സായെന്ന് പറഞ്ഞാലും വെള്ളം കണ്ടാ തെറിപ്പിച്ചില്ലെങ്കിൽ ഒരു മനസമാധാനം. ഓൻ പോണ പോക്കണ്ടാ തോന്നുന്നു ഓൻ വലിയ ധൈര്യശാലിയാണെന്ന്. വെറുതെയാണ് ഗൈസ്, അവൻ ചോര കണ്ട അപ്പം തലറങ്ങി പോയിക്കും. ആ മടിച്ചു പോകുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ. ആ ചിക്കൻ ഇങ്ങനെ വെട്ടിക്കൂട്ട് കാണുമ്പോൾ ഉള്ളിലൊരു സങ്കടം ഉണ്ടെങ്കിലും പിന്നെ കൊന്നാ പാപം തിന്നാ തീർന്നു എന്നല്ലേ. അപ്പോഴാണ് ഓനൊരു പൂതി, ഓന് പൈസ കൊടുക്കണമെന്ന്. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ എന്റെ പേഴ്സ് കൊടുത്ത് പേഴ്സിന് 200 രൂപ അവൻ അവർക്കും കൊടുത്തു. പൈസ എടുത്തപ്പോഴാണ് ഞാൻ ചോദിച്ചത്, എല്ലാ ചങ്ങായി പൈസ കൊടുത്തിട്ട് ചിക്കൻ എന്ത് ചെയ്ത്? അപ്പം പറഞ്ഞു ചിക്കൻ അതാ വരുന്നത്. അങ്ങനെ ചിക്കനും വാങ്ങി ഞങ്ങളിതാ അളിയ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിരിക്കും. മിക്കവാറും അത് ബിരിയാണി തന്നെ ആയിരിക്കും. ഇറച്ചിയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.